ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്ന അറിയാൻ നിൽക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. നമ്മൾ ഒരു ബീഫ് കൊണ്ട് ഒരു നാടൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പഴയ കാലത്ത് നമ്മുടെ കാരണവന്മാരുണ്ടാക്കിയ ഒരു കറിയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് പ്രോത്സാഹിപ്പിക്കും. ബീഫ് നമ്മൾ കുക്കറിൽ ഓൾറെഡി വേവിച്ച് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഒരു 3/4 കിലോ ഇറച്ചി എടുത്തിട്ട് ബീഫ് എടുത്തിട്ട് ചെറുതാക്കി നുറുക്കി കഴുകി വൃത്തിയാക്കിയിട്ട് അത് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായി വേവിച്ച് 5-6 വിസിലൊക്കെ അടിച്ച് വെച്ചതാണ്. ഇനി ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമ്മൾ സവാളയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാളൊക്കെ നന്നായി വഴന്നു വന്നിട്ട് നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടി ചേർത്ത് മല്ലിപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മീറ്റ് മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, ഇത്ര ഐറ്റങ്ങൾ ചേർത്തിട്ട് നമ്മളൊന്ന് പച്ചക്കുത്തൊന്ന് മാറുന്ന വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ചേമ്പാണ്. നമ്മൾ ചേമ്പ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. കുക്കർ കയറ്റി വെച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഈ ചേമ്പൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വരാനായിട്ട് 2 വിസിലടിച്ച് നന്നായി ഉടഞ്ഞു വരുന്നു. ബീഫും ചേമ്പും ഒക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. നമ്മൾ ഇനി ഇത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ചേർത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2ാം പാലൊന്ന് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി വറ്റി കുറുകി വരണം. സ്വല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അടിപൊളി. അപ്പോൾ ബീഫ് നമ്മൾ ചേമ്പിട്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാൽ അടിപൊളി ബീഫ് കറി. എല്ലാവരും ചപ്പാത്തിൻ്റെ കൂടെ പപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. താങ്ക് യു സോ മച്ച്.